അമ്മ മുന്നാടിയെ വിളിടി. എന്ത് ഗൈസ്, എന്റെ ഈ മുടി വിട്ട് കണ്ടിട്ടാണ് അവൾ എന്നെ വിളിച്ചത്. ഗൈസ് എങ്ങണ്ട് ഗൈസ്? പൊളിയല്ലേ? നിങ്ങൾക്ക് കാണില്ല, കാരണം എന്റെ നെഞ്ചത്തല്ല ഇട്ടുള്ളത്. മാല ഇട്ടിട്ട് നമ്മള് ഈ ക്യാമറ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ആണ് അത്. നമുക്ക് യാത്ര പോകാം. ഇവിടെയാണ് എനിക്ക് നിർത്തേണ്ട സമയം. അതിനെ കാണിക്കാം ഗൈസ്. ഓക്കെ ബൈ. ടാലന്റിലെ ട്യൂഷൻ ടീച്ചറാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ പാലയൂര് പള്ളി ട്ടോ, കാണുന്നതാണ്. ഇന്ന് പാലയൂര് പള്ളി പെരുന്നാളാണ്. വരുമ്പോ നമുക്കത് കാരണം ഇതിൽ തിരിച്ചു വരാൻ പറ്റില്ല, ഗംഭീര തിരക്കായിരിക്കും. അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോ ലൈറ്റിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ഇതാണ്. കാലൊക്കെ നാട്ടി ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വല്ലാണ്ട് തിരക്കില്ല കേട്ടോ. ഇതാണ് ചേട്ടൻ കാണിച്ചു കൊടുക്കാൻ കാണാത്തവർ എവിടെയാണെന്നും കൂടി പറഞ്ഞു കൊടുത്താൽ. ഓക്കെ, ശോഭ സിറ്റിയുടെ അടുത്തായിട്ട് നമ്മളിവിടെ അടിപൊളി ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്. തൃശ്ശൂര് അശ്വനി ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ബ്ലോക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ഒരു 1.5 മണിക്കൂർ അതിനും കൂടുതലായി ഉണ്ടാവും അല്ലേ നമ്മള്. ഇല്ല, അത് എത്ര മണിക്കൂർ ഐഡി? അവരെ ഞാൻ കല്യാണിന്റെ മുമ്പിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതേ അവര് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് അതിനിടയിൽ വേറൊരു പരിപാടി ചെയ്യാനുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ ഭയങ്കര മിസ്സിങ് കാണിക്കുക. ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇടയ്ക്ക് ചെറിയൊരു മിസ്സിങ് വന്നാ, പിന്നെ ഗംഭീര മിസ്സിങ് ആയിപ്പോ. ആള് ലൈനൊക്കെ ഊരി ചെക്ക് ചെയ്തെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ മറ്റേ ഹോൺ ഇടയ്ക്ക് അടിയുള്ളൂ. സൗണ്ട് കുറവൊന്നും ഇല്ല അങ്ങനെ കാര്യമായിട്ട്. ഹോൺ വല്ലപ്പോഴും അടിയുള്ളൂ. നമ്മൾ പെട്ടു ഗൈസ്. ഇതിൻ്റെ ഈ സാധനമില്ലേ, ഇതിനെ പറയുക CD യൂണിറ്റ്, CDI. ഇത് കംപ്ലൈൻ്റ് ആണെന്ന് ആൾ പറയണത്. ഇതിനൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല അത്ര. ഈ വണ്ടികൾക്ക് വരുന്ന പൊതുവേ ഉള്ള മിസ്സിങ്ങാ. ഇപ്പം എൻ്റെ കയ്യിലൊരു യൂണിക്കോൺ ഉണ്ട്, അതിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. എന്തായാലും ആളെനിക്കൊരു കട പറഞ്ഞു തന്നിട്ടുണ്ട്, അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. സാധനം എന്നിട്ട് അവിടെ നിന്ന് മേടിച്ചിട്ട് പൊക്കോളനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയി അന്വേഷിച്ച് നോക്കി നോക്കാം. ഇതിന് ഒറിജിനൽ ഒന്നും വരുന്നില്ല ചേട്ടാ. എന്ത് വില? 980. ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്ന 1046 MRP ഇതിൽ എഴുതിയുള്ളത്. ഒറിജിനൽ ബ്രാൻഡിങ് ഒക്കെ ആണ് കാണിച്ചിട്ടുള്ളത്. റോയൽ എൻഫീൽഡ് ജെന്യുവിൻ പാർട്സ്. ഇത് എത്ര നാൾ നിലനിൽക്കുന്നത് നമുക്കറിയില്ല. കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ ക്യാമറയിലേക്ക് ആയിട്ടുണ്ട്. പക്ഷേ നോ പ്രോബ്ലം. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല, വെള്ളത്തിൽ നമുക്ക് ഇട്ട് മുക്കി വയ്ക്കാൻ പറ്റുന്ന സാധനമാണ്. ഞാൻ ആ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല, റിസ്ക് എടുക്കാൻ വയ്യാന്നേ. ഇത് നമ്മുടെ നെഞ്ചത്തിരുന്നിട്ട് ഇപ്പോൾ നല്ല ഹീറ്റായിട്ട് ഇടാ. ഇത് സെപ്പറേറ്റ് ചെയ്തപ്പോഴേ ബാറ്ററി മോഡ്യൂൾ സെപ്പറേറ്റ് ചെയ്തപ്പോൾ നല്ല ഹീറ്റിംഗ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഊരിയിട്ട് നെഞ്ചത്തൊന്ന് ഊരിയിട്ട് സാധനം കുറച്ച് നേരം പിടിപ്പിക്കട്ടെ, എന്നിട്ട് ചാർജ് കയറ്റട്ടെ. അപ്പോൾ ചാർജ് കുറഞ്ഞിട്ടുണ്ട്.
നിങ്ങളിപ്പോ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ കഴുത്തിൽ വെക്കണത് അല്ലെങ്കിൽ കഴുത്തിൽ മാല പോലെ തൂക്കിയിടുന്നത് ഞാൻ കാണിച്ചെന്നില്ല. ഇത് ഈ കാണുന്നത് കണ്ട ഒരു മാല പോലെ, അവിടെ ഒരു ഉള്ളിലൊരു മാഗ്നറ്റിന്റെ ഒരു സാധനം ഉണ്ട്. അത് നമ്മള് ഈ ചെറിയൊരു പീസ് പുറത്തുനിന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് നമ്മളെ ക്യാമറ എടുത്തിട്ട് കണ്ടാ ഇത്രയുള്ളോ പരിപാടി, ഇങ്ങനെ വെച്ചു കൊടുക്കുക. ആവശ്യം കഴിഞ്ഞാൽ ദൂര കണ്ടാ. ഞങ്ങളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പൊ ഞങ്ങള് പോകുന്നത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെയും ഗംഭീര ബ്ലോക്കാണ് ഗൈസ്. മഴ പെയ്യുന്നുണ്ട് ഇവിടെ ചെറുതായിട്ട്. നമ്മുടെ ക്യാമറയുടെ ചാർജ് കുറവായ കാരണം എപ്പോൾ വേണമെങ്കിലും ഓഫ് ആവാം. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള വീഡിയോയുടെ ഭാഗങ്ങൾ നമ്മളപ്പോ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.